ഹലോ, ഇന്ന് ഒരു പഴം വെച്ച് കുട്ടികൾ സ്കൂളും വിട്ട് വരുമ്പോഴത്തേന് കൊടുക്കാനായിട്ട് അടിപൊളി ഒരു ഐറ്റം തയ്യാറാക്കിയാലോ. അതിനായിട്ട് ഇതാ ഒരു പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തന്നെ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് 3 ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പഴം തൊലി കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് 3 സ്പൂണ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടച്ചു വെച്ച് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നേരത്തെ അരച്ചു വെച്ച പഴവും മുട്ടയും മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 1 സ്പൂണ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി അത് കൈ വെച്ചൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. ഇനി അതിലേക്ക് 1 സ്പൂണ് കരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് കുഴച്ച് റൗണ്ട് ആകൃതിയിലാക്കി എടുക്കുക. ഇനി അതിൻ്റെ മുകളിലായിട്ട് അല്പം ഓയിൽ കൂടെ ഒന്ന് തടവി കൊടുക്കുക. അങ്ങനെ മാവൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് അല്പം കട്ടിക്ക് തന്നെ പരത്തിയെടുക്കാം. ചപ്പാത്തി റോൾ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാം. നമ്മൾ സാധാരണ കേക്കൊക്കെ ടീ കേക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ അതുപോലെയാണ്. വെറ്റ് കേക്കില്ലേ, അതുപോലെ തന്നെയാണ് ഇത്. ഇനി ഇതാ അത് മുറിച്ചെടുക്കുകയാണ്. അല്പം കട്ടിക്ക് തന്നെ വേണം പരത്തിയെടുക്കാൻ. ഒത്തിരി കനം കുറഞ്ഞു പോകല്ലേ. അങ്ങനെ ഇതാ ഓരോന്നായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു കട്ടി വേണേ. ഇനി അതിൻ്റെ നടുക്ക് ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫുള്ളായിട്ടും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് കത്തി കൊണ്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. ഫുള്ളായിട്ടും അതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഫുള്ളും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലാണ് തയ്യാറാക്കേണ്ടത്. ഇനി ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഫുള്ള് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇനി തിരിച്ചും മറിച്ചും ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇനി ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് ഈ ഒരു കളറിൽ കോരി മാറ്റാം. അങ്ങനെ ഫുള്ളായിട്ടും അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. തീ കൂടിപ്പോയാൽ പെട്ടെന്ന് കരിഞ്ഞു. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തയ്യാറാക്കി എടുക്കാൻ. ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് തന്നെ ആക്കിയെടുക്കാൻ പറ്റും ഇത്. കണ്ടില്ലേ, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. വെറും ഒരു പഴം മാത്രം വെച്ച് പഴവും മുട്ടയും മാത്രം ഉണ്ടെങ്കിൽ ഇതുപോലത്തെ കുട്ടികളൊക്കെ സ്കൂളും വിട്ട് വരുമ്പോഴത്തേന് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അങ്ങനെ ഫുള്ളായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. അടിപൊളിയാണ്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ആ പഴത്തിൻ്റെയൊക്കെ ആ ഒരു ഇത് വരുന്നതുകൊണ്ട് മറ്റേ വെട്ട് കേക്കിൻ്റെ ഒക്കെ അതേ ഇത് തന്നെ കേട്ടോ. അടിപൊളിയാണ്. പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും. നല്ല രുചിയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.